യെസ് ഹായ് മക്കളെ, നമ്മൾ അടിപൊളിയായിട്ട് ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള പാരലൽ ലൈൻസിന്റെ റിവിഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഫ്രാക്ഷൻസിലേക്കാണ് നമ്മൾ പോകുന്നത് മക്കളെ. എന്താണ് ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത? ഓക്കെ, അപ്പോൾ പാരലൽ ലൈൻസ് എടുത്തപ്പോൾ സാറ് പറഞ്ഞു ആംഗിൾസ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ വരക്കാനുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാം. അതുപോലെ ഫ്രാക്ഷൻസിനും പല ടൈപ്പ് ചോദ്യങ്ങളുണ്ട്. എല്ലാ ടൈപ്പ് ചോദ്യങ്ങളും നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ മക്കൾ അടിപൊളിയായിട്ട് ശ്രദ്ധിക്കുക. ഒരു ബുക്കും പേനയെടുത്ത് സാറ് ചെയ്യുന്ന അതേപോലെ മക്കൾ ചെയ്യാൻ ശ്രമിക്കുക. ക്ലിയർ ആണല്ലോ? അതേ മെത്തേഡിലൂടെ ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് അടിപൊളിയായിട്ട് ഓണപരീക്ഷയ്ക്ക് മാർക്ക് മേടിക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? യെസ്, നമുക്ക് ആദ്യത്തെ പോയിന്റ് എന്താ നോക്കാം. എന്താണ് മക്കളെ ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഭിന്നസംഖ്യകൾ? ഓക്കെ അല്ലടാ, യൂസ്ഡ് ടു റെപ്രസെന്റ് പാർട്ട് ഓഫ് എ ഹോൾ ഒബ്ജക്റ്റ്. ഒരു വലിയ ഒബ്ജക്റ്റിന്റെ ചെറിയൊരു ഭാഗത്തെ സൂചിപ്പിക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നതാ? ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഭിന്നസംഖ്യകൾ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി മുഴുവൻ രൂപത്തിന്റെ ഭാഗത്തെ സൂചിപ്പിക്കുന്നു. ആൻഡ് റെപ്രസെന്റഡ് ആസ്, ഒരു ഫ്രാക്ഷനെ ഭിന്നസംഖ്യയെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക എ ബൈ ബി എന്ന രൂപത്തിലായിരിക്കും. ക്ലിയർ ആണല്ലോ? ഈ എനെ നമ്മൾ വിളിക്കുന്ന പേരെന്താടാ? യെസ്, ന്യൂമറേറ്റർ ആൻഡ് ബി ഈസ് കോൾഡ് ഡിനോമിനേറ്റർ. അംശം ഛേദമെന്ന് നമ്മൾ വിളിക്കും. ക്ലിയർ ആണല്ലോ? ഇതാണ് ഒരു ഭിന്നസംഖ്യയുടെ ഒരു ഏകദേശ ഐഡിയ. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവാം. മക്കളെ, രണ്ടാമതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ടൈപ്സ് ഓഫ് ഫ്രാക്ഷൻസ്. ഭിന്നസംഖ്യകളുടെ വിവിധ തരങ്ങൾ. ഏതൊക്കെ ടൈപ്പ് ഫ്രാക്ഷൻസ് ആണുള്ളത് നമുക്കറിയണം. ഒന്നാമത്തെയാണ് മക്കളെ, യെസ്, കറങ്ങി തിരിഞ്ഞു വരുന്നുണ്ട്, പ്രോപ്പർ ഫ്രാക്ഷൻസ്, സാധാരണ ഭിന്നം. എന്താണ് മക്കളെ സാധാരണ ഭിന്നം എന്ന് പറഞ്ഞാൽ? ഓക്കെ മക്കളെ, നമുക്ക് നോക്കാം. ന്യൂമറേറ്റർ ഈസ് സ്മോളർ, അംശം ചെറുതായിരിക്കും, ഡിനോമിനേറ്റർ ലാർജർ ആയിരിക്കും, ഛേദം വലുതായിരിക്കും. അങ്ങനെയുള്ള ഫ്രാക്ഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? യെസ്, പ്രോപ്പർ ഫ്രാക്ഷൻസ്. ക്ലിയർ ആണല്ലോ? ന്യൂമറേറ്റർ ചെറുതായിരിക്കും, ഡിനോമിനേറ്റർ വലുതായിരിക്കും. ഓക്കെ, ആ ഒരു ടൈപ്പിലുള്ള ഫ്രാക്ഷൻസ് ആർ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾസ് നോക്കാം. 5/7 ഇവിടെ നോക്കിയാൽ 5 ചെറുതല്ലേ മക്കളുടെ? സോ ന്യൂമറേറ്റർ ചെറുതാണ്, 7 വലുതല്ലേ? സോ ഡിനോമിനേറ്റർ വലുതാണ്. ഈ ഒരു ടൈപ്പ് ഫ്രാക്ഷൻസിനെ വിളിക്കുന്ന പേരാണ് പ്രോപ്പർ ഫ്രാക്ഷൻ അഥവാ സാധാരണ ഭിന്നം. സെറ്റ് ആണല്ലോ? ആൻഡ് സെക്കൻഡ് വൺ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ വിഷമ ഭിന്നം. മക്കളെ, എന്താണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അല്ലെങ്കിൽ വിഷമ ഭിന്നം എന്ന് പറഞ്ഞാൽ? ഓക്കെ, യെസ്, ദേ വരുന്നു മക്കളെ. ന്യൂമറേറ്റർ ഈസ് ലാർജർ. വിഷമ ഭിന്നത്തിൽ ന്യൂമറേറ്റർ വലുതായിരിക്കും, ഡിനോമിനേറ്റർ ചെറുതായിരിക്കും. നമ്മൾ നേരത്തെ കണ്ട പ്രോപ്പർ ഫ്രാക്ഷന്റെ നേരെ വിപരീതം, ഓപ്പോസിറ്റ് ആണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ്. ന്യൂമറേറ്റർ വലുതായിരിക്കും, ഡിനോമിനേറ്റർ ചെറുതായിരിക്കും. അതിനുള്ള എക്സാമ്പിൾസും സാർ കൊടുത്തിട്ടുണ്ട്. യെസ്, 7/5, 5/3, 9/5. ഇതൊക്കെ എന്താ മക്കളെ? ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് ആണ്. ഓക്കെ, യെസ്, നമുക്ക് വളരെയേറെ അത്യാവശ്യമുള്ള ടൈപ്പ് ഓഫ് ഫ്രാക്ഷൻ ആണ് ഇത്, മിക്സഡ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ മിശ്ര ഭിന്നം. മക്കളെ, എന്താണ് മിക്സഡ് ഫ്രാക്ഷൻ? എ കോമ്പിനേഷൻ ഓഫ് എ പ്രോപ്പർ ഫ്രാക്ഷൻ ആൻഡ് എ ഹോൾ നമ്പർ. ഒരു അഖണ്ഡ സംഖ്യയും സാധാരണ ഭിന്നവും ചേർന്നതാണ് എന്ത്? മിക്സഡ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ മിശ്ര ഭിന്നം. ഫോർ എക്സാമ്പിൾ മക്കളെ, എന്താണ് കോമ്പിനേഷൻ ഓഫ് പ്രോപ്പർ ഫ്രാക്ഷൻ ആൻഡ് ഹോൾ നമ്പർ എന്നതുകൊണ്ട് സാർ ഉദ്ദേശിക്കുന്നത്? ഒന്നുമില്ല മക്കളെ, ഹോൾ നമ്പർ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മക്കളെ നോക്കുക, യെസ്, 1, 2, 3, 4 ഈ ടൈപ്പ് നമ്പേഴ്സിനെയാണ് എന്ത് വിളിക്കുക? ഹോൾ നമ്പേഴ്സ് എന്ന് വിളിക്കുക. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ ഇതിലൊരു ഹോൾ നമ്പറും, ഫോർ എക്സാമ്പിൾ സാറ് 2 എടുക്കുകയാണ്, 2ഉം അതിനോടൊപ്പം ഒരു പ്രോപ്പർ ഫ്രാക്ഷനും. ഓക്കെ അല്ലേ മക്കളെ? എന്താ പ്രോപ്പർ ഫ്രാക്ഷൻ? സാധാരണ ഭിന്നം. ഓക്കെ, സാധാരണ ഭിന്നം എന്താ? ന്യൂമറേറ്റർ ചെറുതായിരിക്കും, ഡിനോമിനേറ്റർ എന്തായിരിക്കും? വലുതായിരിക്കും. ക്ലിയർ ആണല്ലോ? യെസ്, ഇതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? മിക്സഡ് ഫ്രാക്ഷൻ. സെറ്റ് ആണല്ലോ? ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് എ ഹോൾ നമ്പർ ആൻഡ് എ പ്രോപ്പർ ഫ്രാക്ഷൻ. ക്ലിയർ ആണല്ലോ? നമുക്ക് വേറൊരു എക്സാമ്പിൾ എഴുതാം. 3/4. മക്കളെ, ഇതെന്താ? ഇതൊരു ഹോൾ നമ്പർ ആണ്. മക്കളെ, ഇതെന്താടാ? ഇതൊരു പ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. ന്യൂമറേറ്റർ ചെറുതാണ്, ഡിനോമിനേറ്റർ വലുതാണ്. നമുക്ക് കാണാൻ സാധിക്കും. സെറ്റ് അല്ലടാ? ഇതാണ് 3 ടൈപ്പ് ഇമ്പോർട്ടൻറ്റ് ഫ്രാക്ഷൻസ് ആയിട്ടുള്ളത്. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. എക്സാമ്പിൾസ് സാറിവിടെ കാണിച്ചിട്ടുണ്ട്. 2/5/7, 1/2/3 ആൻഡ് 3/3/5. ഇതൊക്കെ എക്സാമ്പിൾസ് ആണ് മക്കളെ. ആൻഡ് ഇനി നമുക്കുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആണല്ലോ? യെസ്, കൺവേർട്ട് ദ ഫോളോയിങ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് ഇൻടു മിക്സഡ് ഫ്രാക്ഷൻ. തന്നിട്ടുള്ള വിഷമ ഭിന്നങ്ങളെ മിശ്ര ഭിന്നങ്ങളാക്കി മാറ്റാം. നമുക്കിവിടെ കുറച്ച് ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ട് മക്കളെ. ഏതൊക്കെയാണവ? 7/5, 11/3, 21/5. 2 സാറ് കാണിച്ചു തരാം, ബാക്കി എൻ്റെ മക്കൾ സ്വയം ചെയ്തു നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ 7/5 എന്ന് പറയുന്ന ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സഡ് ആക്കി മാറ്റാൻ നമ്മൾ ചെയ്യേണ്ടത് 7നെ 5 കൊണ്ട് ആദ്യം ഡിവൈഡ് ചെയ്യാം. ഓക്കെ അല്ലേ മക്കളെ? യെസ്, 1 ടൈം 1 into 5, 5 and 7 minus 5 that's equal to 2 അല്ലേ മക്കളെ? ഈ ഒരു ആരോ മാർക്ക് ചുമ്മാ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ദേടാ ഇവൻ ആദ്യം എഴുതാം, 1 ആദ്യം എഴുതാം,
ഈ 2/5 രണ്ടാമത് കൊടുക്കുക 5 മൂന്നാമത് എഴുതി കഴിഞ്ഞാൽ മക്കളെ നമ്മുടെ ആൻസർ ആയി 1 2/5. ഇതാണ് ഇതിന്റെ മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണല്ലോ? അപ്പോൾ 7/5 ഈക്വൽ ആയിട്ടുള്ള മിക്സഡ് ഫ്രാക്ഷൻ എന്താണ് മക്കളെ? 7/5 ഈക്വൽ ടു 1 2/5. സെറ്റ് ആണല്ലോ? ഇത്രയേ ഉള്ളൂ. ഇനി 11/3 കേസ് നോക്കുകയാണെങ്കിൽ 11നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മക്കളെ യെസ് 3 × 3 9 ആണ്. 11 - 9 എന്ന് പറഞ്ഞാൽ 2 ആണ് മക്കളെ. വീണ്ടും നമ്മൾ ആരോ മാർക്ക് വരയ്ക്കുന്നു. ആൻഡ് 3 ആദ്യം എഴുതുക. ഇവയെ എന്താ നമ്മുടെ പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി എഴുതുക. 2/3 നമ്മുടെ ആൻസർ ആയി മക്കളെ. അപ്പോൾ 11/3 എന്ന് പറഞ്ഞാൽ എന്താടാ 3 2/3 ആണെന്ന് നമുക്ക് കിട്ടി. ക്ലിയർ ആണല്ലോ? യെസ്, ഇങ്ങനെയാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻസിനെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻസ് ആക്കി മാറ്റുന്നത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് ക്വസ്റ്റ്യൻസിൽ ഒരുപാട് ചോദിക്കാറുണ്ട്. തന്നിട്ടുള്ള ഇംപ്രോപ്പറിനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റാൻ ചോദിക്കാറുണ്ട്. അപ്പം പിന്നെ മക്കൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കൺവേർട്ട് ദ ഫോളോയിങ് മിക്സഡ് ഫ്രാക്ഷൻസ് ഇൻ ടു ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ്. തന്നിട്ടുള്ള മിശ്ര ഭിന്നങ്ങളെ എന്താക്കുക? വിഷമ ഭിന്നങ്ങളാക്കി മാറ്റാനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് മക്കളെ. നമുക്കിവിടെ കുറച്ച് മിക്സഡ് ഫ്രാക്ഷൻസ് തന്നിട്ടുണ്ട്. 2/5/7 മക്കളെ. ആദ്യം സാറ് 2/5/7 എന്ന് പറയുന്ന മിക്സഡ് ഫ്രാക്ഷൻ എടുക്കുകയാണ് മക്കളെ. ഇവനെ ഞാൻ ഇംപ്രോപ്പർ ആക്കി മാറ്റാൻ പോവാണ്. ശ്രദ്ധിക്കുക കേട്ടോ. ആദ്യം നമ്മൾ 2 കൊണ്ട് 7നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു മക്കളെ. 2 × 7 ക്ലിയർ ആണല്ലോ? നമുക്ക് എന്താ ആൻസർ കിട്ടാടാ? 14 അല്ലേ? ഈ 2 × 7 നമ്മൾ എന്താണ് കൂട്ടുക? 5 കൂട്ടുന്നു. ക്ലിയർ ആണല്ലോ? +5 താഴെ ഇവിടെ എന്താണോ അത് തന്നെ 7. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ ആദ്യം 2നെ 7 കൊണ്ട് ഇൻഡ്യൂ ചെയ്തു +5 ചെയ്യുക /7. ക്ലിയർ ആണല്ലോ മക്കളെ? ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ മൾട്ടിപ്ലിക്കേഷൻ ആണ്. 2 × 7 14 14 + 5 /7 എന്ന് വരും കേട്ടോ. അതായത് 19/7 എന്നായിരിക്കും നമുക്ക് ആൻസർ കിട്ടുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ ഒരു മിക്സഡ് ഫ്രാക്ഷൻ ഈക്വൽ ആയിട്ടുള്ള ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ 19/7 ആയിരിക്കും. ക്ലിയർ ആണല്ലോ? യെസ്, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി നോക്കാം നമുക്ക് 1 2/3 ഇവിടെ നമുക്ക് എന്താക്കി മാറ്റണം? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം എന്താ ചെയ്യാടാ? നേരത്തെ ചെയ്ത പോലെ 1ഉം 3ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 3 പ്ലസ്, മറക്കാതെ പ്ലസ് ഇടണം, 2 അല്ലെ? 2 കൂട്ടുന്നു / ഇവിടെ എന്താണോ അത് തന്നെ 3. ക്ലിയർ ആണല്ലോ? 1 × 3 3 3 + 2 5 5/3 ആണ് ഈ ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ വരുന്നത്. എൻ്റെ മക്കൾ ഇതുകൂടി ഒന്ന് കണ്ടുപിടിച്ച് നോക്കുക, ആൻസർ കണ്ടുപിടിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ കൺവേർഷൻ മെത്തേഡ് എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ചാപ്റ്ററിലെ മറ്റ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാം കേട്ടോ. ഓക്കെ, യെസ്. അതിന് മുന്നായിട്ട് ഈ ഒരു നോട്ട് എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുക. എന്താ മക്കളെ? ഹാഫ് എന്ന് പറഞ്ഞാൽ അരഭാഗമാണ്. അരഭാഗം യെസ് 1/2 ആണ്. ഹാഫിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഫ്രാക്ഷൻ 1/2 ആണ്. അതുപോലെ ക്വാർട്ടർ, കാൽ ഭാഗം എന്ന് പറഞ്ഞാൽ 1/4 ആണ്. 3/4 എന്ന് പറഞ്ഞാൽ മുക്കാൽ ഭാഗം എന്ന് പറഞ്ഞാൽ 3/4 ആണ്. ഇത്രയും കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെക്കുന്നത് വളരെ നന്നായിരിക്കും. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം മക്കളെ. വാട്ട് ഈസ് ദ ക്വാർട്ടർ ഓഫ് 5 kg? 5 കിലോഗ്രാമിന്റെ കാൽ ഭാഗം എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത് മക്കളെ. 5 കിലോഗ്രാമിന്റെ കാൽ ഭാഗം എന്ന് പറഞ്ഞാൽ നാം കണ്ടുപിടിക്കേണ്ടത്, ശ്രദ്ധിക്കാട്ടോ മക്കളെ, ക്വാർട്ടർ ഓഫ് 5 മക്കളെ. ക്വാർട്ടർ ഓഫ് 5 എന്ന് പറഞ്ഞ ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ശ്രദ്ധിക്കാട്ടാ. ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ 1/4 അല്ലേ മക്കളെ? ഓഫ് 5 അല്ലേ? 1/4 ഓഫ് 5. കാരണം ക്വാർട്ടറിന് പകരം സാർ എന്ത് എഴുതി? 1/4 എന്ന് എഴുതി മക്കളെ. ഈ ഓഫ് എന്ന് പറഞ്ഞാൽ ഫ്രാക്ഷൻ, നമ്മുടെ ഈ ചാപ്റ്ററിൽ ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ 1/4 ഈ ഓഫ് മാറ്റി ഇൻറ്റു എഴുതാം, ×5. ഇതായിരിക്കും നമ്മുടെ ആൻസർ. സാർ ഇവിടെ കൊടുത്തിട്ടുണ്ട് 5 × 1/4. അതായത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ മൾട്ടിപ്ലൈ ചെയ്യാം മക്കളെ? 1 × 5 അല്ലേ? 1 × 5 5 കിട്ടി. ഇനി താഴെ എന്താണ്? 4 ആണ്. അതുപോലെ തന്നെ എഴുതുക 1 × 5 5 താഴെ 4. ക്ലിയർ ആണല്ലോ? 5/4 കിലോഗ്രാം എന്ന ആൻസർ കിട്ടും മക്കളെ. ഇതെന്താ? ഇത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. കാരണം മുകളിൽ വലുതാണ്, താഴെ ചെറുതാണ്, ഇംപ്രോപ്പർ ആണ്. ഇതിന് നമുക്ക് എന്താക്കി മാറ്റണോടാ? യെസ്, നമ്മുടെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റണം. അതെങ്ങനെയാ മക്കളെ മാറ്റാൻ ശ്രദ്ധിക്കാട്ടാ. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ യെസ്, നമ്മുടെ 5നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഒരു തവണ 1 × 4 4, ബാലൻസ് 1 അല്ലെ? റിമൈൻഡർ 1 മക്കളെ. ഒരു ആരോ മാർക്ക് വരയ്ക്കുക.
യെസ്, ആദ്യം 1 എഴുതുക, വീണ്ടും ഈ 1 താഴെ 4, 1 കിലോഗ്രാം എന്ന് നമുക്ക് ആൻസർ കിട്ടും കേട്ടോ. ഇങ്ങനെയാണ് ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ക്വാർട്ടറിന് പകരം ചിലപ്പോൾ ഹാഫ് എന്നോ 3/4 എന്നോ ചോദിക്കാം. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയ, അതിന് സ്യൂട്ടബിൾ ആയ ഫ്രാക്ഷൻ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ കൊടുക്കുക. ഇവിടെ ക്വാർട്ടർ ആയതുകൊണ്ട് നമ്മൾ എന്ത് കൊടുത്തു? 1/4 കൊടുത്തു. ഹാഫ് ആണെങ്കിൽ 1/2 കൊടുക്കുക, 3/4 ആണെങ്കിൽ എന്ത് കൊടുക്കുക? 3/4 കൊടുക്കുക. കൃത്യമായിട്ടത് എൻ്റെ മക്കൾ മനസ്സിലാക്കി ചെയ്യാടാ. ഓക്കെ അല്ലേ? അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകണം മക്കളെ, ശ്രദ്ധിക്കാടാ. യെസ് മക്കളെ, വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കാടാ. ഓക്കെ, 12 meter ലോങ് റോപ്പ് കട്ട് ഇൻ ടു 4 equal പീസസ്. ഓക്കെ, അതായത് 12 മീറ്റർ നീളമുള്ള ഒരു കയറുണ്ട് മക്കളെ. 12 മീറ്റർ നീളമുള്ള കയറാണിതെന്ന് വിചാരിക്കാം. ഓക്കെ, ആ കയറിന് നമ്മൾ 4 തുല്യ ഭാഗങ്ങളാക്കി മുറിക്കുന്നു. 4 കഷ്ണങ്ങളാക്കി മുറിക്കുകയാണ്. 1 2 3 4 കഷ്ണങ്ങളാക്കി മുറിച്ചു അല്ലേ? 4 കഷ്ണങ്ങൾ ഇവിടെ കിട്ടി. ഈ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഈച്ച് പീസ്? ഈ ഓരോ കഷ്ണത്തിന്റെയും നീളം എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത് ഈ ക്വസ്റ്റ്യൻ. ആൻഡ് ബി ക്വസ്റ്റ്യൻ, വാട്ട് ഈഫ് ഇറ്റ് ഈസ് കട്ട് ഇൻ ടു 5 equal പീസസ്? മക്കളെ, ഇപ്പൊ നമ്മൾ 4 കഷ്ണങ്ങളാക്കിയാണ് മാറ്റിയത്. ഇനി ഈ 4 കഷ്ണങ്ങൾക്ക് പകരം നമ്മൾ 5 കഷ്ണങ്ങളാക്കിയാൽ ഓരോന്നും എത്രയായിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ മക്കളെ, അപ്പോൾ വലിയൊരു കയറോ ചരടോ വടിയോ എന്തായാലും തന്നിട്ട് നമ്മൾ ഈക്വൽ പാർട്സ് ആക്കി മുറിച്ച് അതിലൊരു ഭാഗം എത്രയാണ് എന്ന് ചോദിച്ചാൽ ചെയ്യേണ്ടത് മക്കളെ, ഈ ടോട്ടൽ എത്രയാന്ന് നോക്കുക. 12. നമ്മൾ എത്ര കഷ്ണങ്ങളാക്കി മുറിച്ചടാ? 4 കഷ്ണങ്ങൾ. അപ്പോൾ ഓരോന്നും എന്തായിരിക്കും? 12/4 ആയിരിക്കും. ഓക്കെ അല്ലേ? ഇത് 12/4 ആയിരിക്കും. ഇത് എത്രയാക്കിയോടാ? 12/4. ഓരോന്നും 12/4 ആയിരിക്കും. വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അപ്പോൾ മൊത്തം എത്രയാണോ അതിനെ എത്രയാക്കി ഡിവൈഡ് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുക അല്ലേ? മൊത്തം 12, അതിനെ 4 കഷ്ണങ്ങളാക്കുന്നു. സോ ഓരോന്നും 12/4 ആയിരിക്കും മക്കളെ. 12/4 എന്ന് പറഞ്ഞാൽ എത്രയാടാ? 3 ആയിരിക്കും കേട്ടോ. അതാണ് നമ്മുടെ ആൻസർ വരുന്നത്. എ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് നോക്കാം. യെസ്, ഈച്ച് പീസ്, ഓരോ കഷ്ണം ഈക്വൽ ടു 12/4 3 മീറ്റർ ആയിരിക്കും കേട്ടോ. ഓക്കെ, ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കുകയാണെങ്കിൽ മക്കളെ, നമ്മൾ ഇതേ റോപ്പിനെ തന്നെ നമ്മൾ 5 കഷ്ണങ്ങളാക്കി മാറ്റുക അല്ലേ? 1 2 3 4 5 ഈക്വൽ പാർട്സ് ആക്കി മാറ്റി. മക്കളെ, ഓരോന്നും കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ടോട്ടൽ 12 ആണ്, 5 കഷ്ണങ്ങളാക്കി മാറ്റി. അപ്പോൾ ഓരോന്നും 12 എത്ര കഷ്ണങ്ങളാക്കിയാണ്? 5 കഷ്ണങ്ങൾ. 12/5 ആയിരിക്കും. ഓരോന്നും 12/5 ആയിരിക്കും. സോ അതാണ് സാറിവിടെ കൊടുത്തേക്കുന്നത്, 12/5. അതിനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കുമ്പോൾ 2 2/5 മീറ്റർ ആൻസർ കിട്ടും. എൻ്റെ മക്കളെ, മിക്സഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റി നോക്കുക കേട്ടോ. നിങ്ങൾ തന്നെ സ്വയം ചെയ്ത് നോക്കുക. ക്ലിയർ ആണല്ലോ? യെസ്, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഉറപ്പായും എക്സാമിന് ചോദിക്കും. ഓക്കെ അല്ലേ മക്കളെ? ഏതെങ്കിലും ഒരു വലിയ രൂപത്തെ നമ്മൾ ഈക്വൽ ആയിട്ട് മുറിക്കും, എന്നിട്ട് ഓരോന്നും എത്രയാണെന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മൊത്തം എത്രയാണെന്ന് നോക്കുക, അതിന് എത്ര കഷ്ണങ്ങളാക്കി മുറിക്കുന്നുണ്ടെന്ന് നോക്കുക, രണ്ടും ഡിവൈഡ് ചെയ്ത് എഴുതിയാൽ മതി. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് വൺ, ഈച്ച് പീസ് ഓഫ് റോപ്പ് പീസ് 7/4 മീറ്റർ ലോ. മക്കളെ, ഒരു റോപ്പിൻ്റെ ഓരോ കഷ്ണങ്ങളും 7/4 മീറ്റർ വലിപ്പമുണ്ട് കേട്ടോ. ഓക്കെ, അതായത് ഓരോ കയറിൻ്റെ കഷ്ണത്തിനും 7/4 നീളമുണ്ട്. ഓക്കെ, വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് 8 സച്ച് പീസസ്? ഓക്കെ അല്ലേ മക്കളെ? എടാ, എൻ്റെ കയ്യിൽ ഒരു കയറിൻ്റെ കഷ്ണമുണ്ട്, അത് 7/4 ആണ്. ഓക്കെ അല്ലേ മക്കളെ? ഇതുപോലെ 8 എണ്ണം, 1 2 3 4 ഇതുപോലെ 8 എണ്ണം നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ ജോയിൻ ചെയ്തേക്കാം കേട്ടോ. 8 റോപ്പിന്റെ കഷ്ണങ്ങൾ ഒരുമിച്ച് ജോയിൻ ചെയ്താൽ ടോട്ടൽ ലെങ്ത് എത്രയാ കിട്ടുക? ഓക്കെ അല്ലേ മക്കളെ? സാറിവിടെ 5 എണ്ണം വരച്ചിട്ടുള്ളൂ. ഓക്കെ അല്ലേ? സോറി, 4 എണ്ണം വരച്ചിട്ടുള്ളൂ. ഇതുപോലെ 8 എണ്ണം നമ്മളിങ്ങനെ യോജിപ്പിക്കാണ്ട. 8 എണ്ണം യോജിപ്പിച്ചാൽ യെസ്, 1 2 3 4 5 6 7 8 8 കയറിൻ കഷ്ണങ്ങൾ നമ്മളിങ്ങനെ യോജിപ്പിച്ചാൽ അല്ലേ, ഓരോ റോപ്പിന്റെ പീസിനും 7/4 മീറ്റർ നീളമുണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ മൊത്തം നീളം എന്തായിരിക്കും മക്കളെ? ഇത് 7/4, ഇതെന്തായിരിക്കും കൂടെ? 7/4. ഓരോന്നും 7/4 ആണ് കേട്ടോ. ഓക്കെ മക്കളെ? യെസ്, എല്ലാം 7/4 ആണെന്ന് മനസ്സിലാക്കുക. എല്ലാം 7/4 മക്കളെ. അപ്പൊ എല്ലാം തമ്മിൽ ആഡ് ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ? അപ്പൊ നമ്മൾ എളുപ്പപ്പടി ചെയ്യുന്നതാണ് ടോട്ടൽ ലെങ്ത് കണ്ടുപിടിക്കാൻ. യെസ്, എന്താ ചെയ്യുന്നത് നോക്കടാ. യെസ്, പോയില്ല മക്കളെ. അപ്പോൾ ടോട്ടൽ ലെങ്ത് കണ്ടുപിടിക്കാൻ ആദ്യം നമ്മൾ ഓരോ കഷ്ണത്തിന്റെയും നീളം എഴുതുകയാണ് 7/4 മീറ്റർ. ഓരോ കഷ്ണം 7/4 മീറ്റർ. ഓക്കെ, അതുപോലത്തെ 8 കഷ്ണങ്ങളാണ് നമ്മളിങ്ങനെ യോജിപ്പിച്ച് വെച്ചിട്ടുള്ളത്.
ടോട്ടൽ ലെങ്ത് കണ്ടുപിടിക്കാൻ ശ്രദ്ധിക്കാട്ടാ. ഒരു പീസിന്റെ നീളം എത്രയാണ്? 7/4 ഇൻറ്റു എത്ര കഷ്ണങ്ങളാണ് നമ്മൾ യോജിപ്പിച്ച് വെച്ചേക്കുന്നത്? 8 കഷ്ണങ്ങൾ. സോ 7/4 ഇൻറ്റു 8 ചെയ്താൽ ആൻസർ ആയി. ആൻസർ എന്താ മക്കളെ? യെസ്, 56/4 14 മീറ്റർ എന്ന ആൻസർ കിട്ടും കേട്ടോ. യെസ് മക്കളെ, എങ്ങനെ നമ്മൾ ചെയ്യണം? 7/4 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ മക്കളെ 7 ഇൻറ്റു 8 56, താഴെ 4, 56/4 ആൻസർ എന്താ കിട്ടുക? 14 മീറ്റർ എന്നാ കിട്ടുക. മക്കളെ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ഒരു ലോജിക്കിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം എൻ്റെ മക്കള്. ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? നമുക്ക് അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. യെസ്, ഫോർത്ത് വൺ. If 4 strings of length 1/3 meter were laid end to end, അതായത് മക്കളെ ശ്രദ്ധിക്കാട്ടാ, 1/3 മീറ്റർ നീളമുള്ള 1/3 മീറ്റർ നീളമുള്ള 4 ചരടുകൾ നമ്മൾ കെട്ടി ഇങ്ങനെ ഇട്ടേക്കാണ്ട മക്കളെ, ഒന്നിന് പിറകെ മറ്റൊന്നായി ഇങ്ങനെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ വാട്ട് വുഡ് ബി ദ ടോട്ടൽ ലെങ്ത് എന്നാണ് ചോദിച്ചേക്കുന്നത് മക്കളെ. അപ്പൊ നോക്കുക, ഒരു കഷ്ണത്തിന്റെ നീളം എന്ന് പറഞ്ഞാൽ 1/3 ആണ്. അതുപോലെ 4 ചരടുകൾ നമ്മൾ കൂട്ടിയിട്ടേക്കാം കേട്ടോ. ഓക്കെ, നമ്മുടെ കയ്യിൽ ചരടുണ്ട്, ഇത് 1/3 ആണ്. ഇതുപോലത്തെ 4, ഒരെണ്ണം നമ്മൾ യോജിപ്പിച്ചു, ഇനി അടുത്തൊരെണ്ണം 4 ചരടുകൾ യോജിപ്പിച്ചാൽ എത്ര മീറ്റർ നീളമുള്ള? 1/3 മീറ്റർ നീളമുള്ള 4 ചരടുകൾ യോജിപ്പിച്ചാൽ മൊത്തം നീളം എത്രയാ എന്നാ ചോദിച്ചേക്കുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത അതേ പാറ്റേൺ ആണ്. നോക്കാം മക്കളെ, ടോട്ടൽ ലെങ്ത് കണ്ടുപിടിക്കാൻ ഒരു കഷ്ണത്തിന്റെ നീളത്തെ 4 കൊണ്ട് എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഒരു കഷ്ണത്തിന്റെ നീളം 1/3 ആണ്. അപ്പൊ 4 കഷ്ണങ്ങളുടെ നീളം എന്തായിരിക്കും? 1/3 ഇൻറ്റു 4, 1 ഇൻറ്റു 4 4 കിട്ടും. 4/3 അതിനെ ഇംപ്രോപ്പർ ആക്കി മാറ്റും, മിക്സർ ഫ്രാക്ഷൻ ആക്കി മാറ്റുമ്പോൾ 1/3 മീറ്റർ എന്ന ആൻസർ കിട്ടും. ക്ലിയർ ആണല്ലോ? ഇതാണ് ടോട്ടൽ ലെങ്ത്. സെറ്റ് അല്ലേ? അടിപൊളി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ ഒരു ടൈപ്പ് നമ്മുടെ എക്സാമിന് ചോദിക്കാൻ നമ്മൾ നേരത്തെ കണ്ടതാണ്. സാറ് നിങ്ങൾക്ക് തറവാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ കൂടെ ആഡ് ചെയ്തതാണ് മക്കളെ. യെസ്, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോടാം മക്കളെ. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഈ ഒരു ചാപ്റ്ററിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ, വളരെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് ദ ഫോളോയിങ്. മക്കൾ ഇതിൽ ഏതെങ്കിലും 1 or 2 എക്സാമിന് ചോദിക്കും, ഷുവർ ആണ് കേട്ടോ. ഓക്കെ, യെസ്, വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാലും ഇതേ ടൈപ്പ് എന്തായാലും ചോദിക്കാട്ടാ. ഓക്കെ മക്കളെ, ഈ ക്വസ്റ്റ്യൻ 1/8 ഇൻറ്റു 1/5. മക്കളെ 1/8 ഇൻറ്റു 1/5 എന്ന് പറഞ്ഞാൽ എടാ എന്താ ചെയ്യണ്ടേ? 2 ഫ്രാക്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ ന്യൂമറേറ്റേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 1 ഇൻറ്റു 1 കിട്ടും. 8 ഇൻറ്റു 5 എത്രയാടാ? 40. 1/40 ആണ് എന്ത്? ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ അല്ലേ? സിമ്പിൾ ആയിട്ട് കിട്ടും കേട്ടോ. യെസ്, 1/40 എന്ന് കിട്ടും. ഇനി നോക്കാം മക്കളെ, അതുപോലെ തന്നെ 1/6 ഇൻറ്റു 1/8 അല്ലേ? 1/6 ഇൻറ്റു 1/3 ആണല്ലേ? 1/3 ആണ്. 1/3 മക്കളെ, നമ്മൾ നേരത്തെ എന്ത് ചെയ്തു അതുപോലെ തന്നെ ചെയ്യുക. 1 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 1 എന്ന് കിട്ടും. താഴെ 6 ഇൻറ്റു 3 18, 1/8 എന്ന് കിട്ടും. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ നോക്കിക്കഴിഞ്ഞാൽ 1/18 എന്ന് കിട്ടും കേട്ടോ. ആൻഡ് നെക്സ്റ്റ് വൺ മക്കളെ ശ്രദ്ധിക്കുക കേട്ടോ. 2/3 ഓഫ് 16. മക്കളെ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 2/3 ഓഫ് 16, അതായത് 16ന്റെ 2/3 ഭാഗം എന്ന് പറഞ്ഞാൽ മക്കളെ, സാറ് നേരത്തെ പറഞ്ഞു ഇവിടെ ഓഫ് എന്ന് കണ്ടാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇൻറ്റു ആണെന്ന് മനസ്സിലാക്കുക. 2/3 ഇൻറ്റു 16 ചെയ്താൽ ഇതിൻ്റെ ആൻസർ അടിപൊളിയായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും മക്കളെ. യെസ്, എത്ര കിട്ടുക? 2 ഇൻറ്റു 16 32 താഴെ എന്ത് കൊടുക്കൂടാ? 3 കൊടുക്കുക. 32/3 ആൻസർ കിട്ടും. അതിനെന്താക്കി മാറ്റാടാ? ഇംപ്രോപ്പർ ആണ്, അതിനെ മിക്സർ ഫ്രാക്ഷൻ ആക്കി മാറ്റാടാ. ഓക്കെ, ആൻസർ വരുന്നത് 10 2/3. സെറ്റ് ആണല്ലോ? നെക്സ്റ്റ് വൺ മക്കളെ, ഡി ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. ഇതുപോലെ തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണ്. 4/7 ഓഫ് 25. മക്കളെ 4/7 ഓഫ് 25 എന്ന് പറഞ്ഞാൽ 4/7 ഓഫിന് പകരം ഇൻറ്റു കൊടുക്കുക. ഇൻറ്റു 25. 4 ഇൻറ്റു 25 100, 100/7. മക്കളെ അതിനെ മിക്സർ ഫ്രാക്ഷൻ ആക്കി മാറ്റുമ്പോൾ 14 2/7 എന്ന ആൻസർ കിട്ടും. ഇനി ശ്രദ്ധിക്കാം മക്കളെ, 4 ടൈംസ് 1/2. ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 4 ടൈംസ് 1/2 ആണ്. 1/2ന്റെ 4 മടങ്ങ്. ഓക്കെ, അപ്പോൾ ഈ ഭാഗം മടങ്ങ് എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിക്കാം മക്കളെ, അവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും, ഇൻറ്റു ആയിരിക്കും. ഓക്കെ അല്ലേ? 4 ടൈംസ് 1/2. 4 ടൈംസ് 1/2 എന്ന് പറഞ്ഞാൽ ഓക്കെ മക്കളെ, ഈ ടൈംസ് എന്ന് കണ്ടാലും അതിന് പകരം എന്ത് കൊടുക്കുക? നമുക്ക് ഇൻറ്റു കൊടുക്കുക കേട്ടോ. 4 ഇൻറ്റു 1/2. മക്കളെ എന്താണ് 4 ഇൻറ്റു 1/2 എന്ന് പറഞ്ഞാൽ? 1 ഇൻറ്റു 4 4 എന്ന് കിട്ടും. താഴെ 2, 4/2 ആൻസർ എന്താടാ? 2. ക്ലിയർ ആണല്ലോ? യെസ്, 2 എന്ന് കിട്ടും. ഈ ക്വസ്റ്റ്യൻ ആൻസർ 2 എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ? ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാൻ വളരെയേറെ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. എൻ്റെ മക്കളെ നന്നായിട്ട് പഠിക്കാട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിലേക്ക് പോവാം മക്കളെ. ശ്രദ്ധിക്കാട്ടോ, എല്ലാവരും ശ്രദ്ധിക്കാം.
യെസ് മക്കളെ, അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞു. അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം കേട്ടോ. റെപ്രസെന്റ് ദ യൂസിങ് റെക്ടാങ്കിൾ. മക്കളെ, ഈ തന്നിട്ടുള്ള ഫ്രാക്ഷന്റെ മൾട്ടിപ്ലിക്കേഷനെ എന്തുപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുക? ചതുരം ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ അല്ലേ മക്കളെ? 1/3 × 1/2. മക്കളെ, ഇതാണ് നമുക്ക് വരുന്ന ആൻസർ. ഇതെങ്ങനെ കിട്ടിയത് സാറ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം, ശ്രദ്ധിക്കട്ടാ. ഓക്കെ, ശ്രദ്ധിക്കുക. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഫ്രാക്ഷൻ 1/3 × 1/2. മക്കളെ, ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ഡിനോമിനേറ്റർ എത്രയാണ് നോക്കുക, 2 ആണ് അല്ലേ? 2 ആണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മുടെ റെക്റ്റാങ്കിൾ വരയ്ക്കണം. റെക്റ്റാങ്കിൾ വരച്ചിട്ട് ഈ 2 ആയതുകൊണ്ട് ഈ റെക്റ്റാങ്കിളിനെ 2 കഷ്ണങ്ങളാക്കി മുറിക്കാം. ക്ലിയർ ആണല്ലോ? റെക്റ്റാങ്കിളിനെ 2 കഷ്ണങ്ങളാക്കി മുറിക്കുന്നു. യെസ് യെസ്. ഇനി ചെയ്യാൻ പോകുന്ന നോക്കട്ടെ മക്കളെ, ചെയ്യാൻ പോകുന്നത് യെസ്. ഇനി ഈ ഒരു ഡിനോമിനേറ്റർ നോക്കാം കേട്ടോ. നമ്മൾ ആദ്യം ഇവനെ നോക്കി, ഇനി ഇവനെ നോക്കാം. 3 അല്ലേ മക്കളെ? ഇനി ചെയ്യേണ്ടത് ഈ ഒരു ഭാഗത്തെ 3 കഷ്ണങ്ങളാക്കി മുറിക്കുക. ഓക്കെ അല്ലേ മക്കളെ? ആദ്യം നമ്മൾ ഈ 2 കൺസിഡർ ചെയ്തു, നമ്മുടെ റെക്റ്റാങ്കിളിനെ 2 കഷ്ണങ്ങളാക്കി. ഇനി 3 എടുത്ത് ഈ റെക്റ്റാങ്കിളിൻ്റെ ഒരു ഭാഗത്തെ 3 കഷ്ണങ്ങളാക്കി മാറ്റി. ക്ലിയർ ആണല്ലോ? ഇതിൽ ഒന്നായിരിക്കും നമ്മുടെ 1/6 എന്ന് പറഞ്ഞാൽ. എങ്ങനെയാണ് ഈ 1/6 കിട്ടാൻ നമുക്ക് നോക്കാം മക്കളെ. 1/3 of 1/2 എന്ന് പറഞ്ഞാൽ 1/3 × 1/2 ആണ് മക്കളെ. 1 × 1 ചെയ്യുമ്പോൾ 1 കിട്ടും. 3 × 2 6. 1/6 എന്നാണ് ആൻസർ കിട്ടുക. സോ ഈ ഒരു ഭാഗം എന്തായിരിക്കും മക്കളെ? 1/6 ആയിരിക്കും. ഇത് 1/6. ഇത് എന്തായിരിക്കും? ഇതെല്ലാം എന്തായിരിക്കും മക്കളെ? 1/6 ആണെന്ന് മനസ്സിലാക്കുക. ക്ലിയർ ആണല്ലോ? അതാണ് ഈ പിക്ചർ. ഓക്കെ അല്ലേ? അപ്പോൾ ആദ്യം ഈ ഒരു ഡിനോമിനേറ്റർ കൺസിഡർ ചെയ്യുക, റെക്റ്റാങ്കിളിനെ അത്രയും കഷ്ണങ്ങളാക്കി മുറിക്കുക, എന്നിട്ട് ഈ ഒരു ഡിനോമിനേറ്റർ കൺസിഡർ ചെയ്യുക, എന്നിട്ട് അതിലൊരു ഭാഗത്തെ ഇതോ ഇഷ്ടമുള്ള ഭാഗത്തെ 3 കഷ്ണങ്ങളാക്കി മുറിച്ച് ആൻസർ കണ്ടുപിടിക്കുക കേട്ടോ. ഇതാണ് മെത്തേഡ്. എല്ലാ ക്വസ്റ്റ്യനും ഇതുപോലെ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. 7th one in a class of 60 students. മക്കളെ, ഒരു ക്ലാസ് ഉണ്ടടാ. ആ ക്ലാസ്സിലെ മൊത്തം 60 കുട്ടികളാണുള്ളത് കേട്ടോ. 60 കുട്ടികളുണ്ട്. ശ്രദ്ധിക്കുക. 2/3 are boys. മക്കളെ, ആ 60 കുട്ടികളിൽ 2/3 ഭാഗം അല്ലെങ്കിൽ 2/3 ഭാഗം ആൺകുട്ടികളാണ് കേട്ടോ. 2/3 ഭാഗം ആൺകുട്ടികളാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്ര പെൺകുട്ടികൾ ഉണ്ടെന്നാണ്. ക്ലിയർ അല്ലേ? ഒരു ക്ലാസ്സിൽ 60 കുട്ടികളുണ്ട്, അതിൽ 2/3 ഭാഗം ആൺകുട്ടികളാണ്. എത്ര പെൺകുട്ടികളാണ് ആ ക്ലാസ്സിൽ പഠിക്കുന്നത് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് കേട്ടോ. മക്കളെ നോക്കാം, മെത്തേഡ് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഭംഗിയായിട്ട് യെസ് ടോട്ടൽ സ്റ്റുഡൻസ്, മൊത്തം കുട്ടികളുടെ എണ്ണം എത്രയാടാ? 60 ആണ്. ഓക്കെ, അപ്പോൾ അതിൽ എത്രയാടാ ബോയ്സ്? 60ന്റെ അല്ലേ? മൊത്തം 60. ആ 60ന്റെ എത്ര ഭാഗമാടാ? യെസ്, 2/3 ഭാഗം അല്ലേ? 60ന്റെ 2/3 ഭാഗം അല്ലേ? 60 സ്റ്റുഡൻസിൽ അതിൽ 2/3 ഭാഗമാണ് ആര്? ആൺകുട്ടികൾ. അപ്പോൾ 60ന്റെ 2/3 ഭാഗം എന്ന് പറഞ്ഞാൽ 2/3 of 60 അല്ലേ? അതെ, 2/3 of 60. ഓഫ് കണ്ടാൽ നമ്മൾ അവിടെ എന്താ എഴുതുക? ഇൻറ്റു എഴുതൂല മക്കളെ. 2/3 × 60. ആൻസർ എന്താ പറയുക മക്കളെ? യെസ്, 2/3 × 60 = 40 എന്ന് കിട്ടും മക്കളെ. എങ്ങനെയാ 40 കിട്ടും നോക്കാം നമുക്ക്. 2 × 60 എത്രയാടാ? 120. 120/3. ആൻസർ എത്രയാടാ? 40 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ ആ ക്ലാസ്സിലെ നമ്പർ ഓഫ് ബോയ്സ്, ആൺകുട്ടികളുടെ എണ്ണം എത്രയാടാ? 40 ആയിരിക്കും. ഓക്കെ, മൊത്തം 60 കുട്ടികളുണ്ട്, അതിൽ 40 പേർ ആൺകുട്ടികളാണെങ്കിൽ നമ്പർ ഓഫ് ഗേൾസ്, പെൺകുട്ടികളുടെ എണ്ണം കിട്ടാൻ 60 നിന്ന് ആൺകുട്ടികളുടെ എണ്ണം കുറച്ചാൽ പോരെ? 60 - 40 20 എന്ന് കിട്ടും കേട്ടോ. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഈ ഒരു ടൈപ്പും എക്സാമിന് പ്രതീക്ഷിക്കാം. ഓക്കെ അല്ലേ മക്കളെ? ഈ ഒരു വേർഡ് മനസ്സിലാക്കിയാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യനൊക്കെ വളരെ സിമ്പിൾ ആണ് കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? ഈ ഒരു രീതിയിൽ എഴുതി നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് അത് മനസ്സിലാവും കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് 8th ക്വസ്റ്റ്യനിലേക്ക് പോവാം. The length and breadth of some rectangles. മക്കളെ, വീണ്ടും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇവനില്ലാത്ത ചോദ്യ പേപ്പർ കാണാൻ സാധ്യതയില്ല മക്കളെ, എന്തായാലും ചോദിക്കോട്ടെ. ഓക്കെ, ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് സം റെക്ടാങ്കിൾസ് ആർ ഗിവൺ ബിലോ. ചില ചതുരങ്ങളുടെ നീളവും വീതിയൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് മക്കളെ. ലെങ്ത്തും ബ്രെഡ്ത്തും കൊടുത്തിട്ടുണ്ട്. യെസ്, നമുക്കതിൻ്റെ ഏരിയ, പരപ്പളവ് കാണണം. ക്ലിയർ ആണല്ലോ? പരപ്പളവ് കാണണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു റെക്റ്റാങ്കിളിൻ്റെ, ചതുരത്തിൻ്റെ പരപ്പളവ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയണം. ക്ലിയർ ആണല്ലോ മക്കളെ? ഇവിടെ നോക്കിയാൽ നമുക്കറിയാം. ശ്രദ്ധിക്കുക കേട്ടോ മക്കളെ, ഇതൊരു റെക്റ്റാങ്കിൾ ആണ്. ഇതൊരു റെക്റ്റാങ്കിൾ ആണ്. യെസ്, ഇത് ലെങ്ത് ഉണ്ടാവും അല്ലെ? ഒരു നീളം ഉണ്ടാവും, ഒരു വീതി, ബ്രെഡ്ത്തും ഉണ്ടാവും കേട്ടോ മക്കളെ. നമുക്ക് നോക്കിയാൽ അറിയാം. എ ക്വസ്റ്റ്യനിൽ ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. ലെങ്ത്ത് 4.5 സെന്റിമീറ്റർ ആണ്, ബ്രെഡ്ത്ത് 3.25 സെന്റിമീറ്റർ ആണ്. ക്ലിയർ ആണല്ലോ? ലെങ്ത്ത് 4.5 മക്കളെ, ബ്രെഡ്ത്ത് 3 1/4. അങ്ങനെയാണെങ്കിൽ റെക്റ്റാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ L/B ആണ് കേട്ടോ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ലെങ്ത്തും ബ്രെഡ്ത്തും ഇൻറ്റു ചെയ്യുക, അതായത് ഇത് രണ്ടും തമ്മിൽ ഇൻറ്റു ചെയ്താൽ മതി. ക്ലിയർ ആണല്ലോ? എങ്ങനെയാ മക്കൾ ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യാൻ നമുക്ക് നോക്കാം. ശ്രദ്ധിക്കാടാ.
ആദ്യം തന്നെ ഭംഗിയായിട്ട് ഏരിയയുടെ ഇക്വേഷൻ നമ്മൾ എഴുതാം കേട്ടോ. സാറോട് എഴുതിയിട്ടില്ല, എൻ്റെ മക്കൾ എഴുതണം. ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഈ ലെങ്ത് തന്നേക്കുന്നത് 4.5 ആൻഡ് ബ്രെഡ്ത്ത് തന്നേക്കുന്നത് 3.25 അല്ലെ, 3 ¼ രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാൻ നേരം നമ്മൾ രണ്ട് മിക്സഡ് ഫ്രാക്ഷൻസിനും എന്താക്കി മാറ്റണം? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റണം. അത് നമുക്കറിയാലോ. 4 1/2 ഇതിനെ ഇംപ്രോപ്പർ ആക്കി മാറ്റാൻ ദേ മക്കളെ ഒരു ആരോ വരക്കാം കേട്ടോ. 4 × 2 എത്രയാടാ? 8. 8 + 1 9/2 അല്ലേ. 9/2 ആണ് ഇതിന്റെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. സെറ്റ് ആണല്ലോ. അപ്പോൾ 4 1/2 പകരം നമ്മൾ എഴുതിക്കുന്നുണ്ടോ 9/2 എന്ന് എടുത്തു. ഇൻറ്റു മക്കളെ ഇത് മിക്സർ ഫ്രാക്ഷൻ ആണ്. ഇതിനെ നമ്മൾ എന്താക്കി മാറ്റണം? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റണം. അതായത് 3 1/4 എങ്ങനെ മാറ്റും മക്കളെ? 3 × 4 12. 12 + 1 13/4 13/4. ഇനി മക്കളെ രണ്ട് ഫ്രാക്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്യാൻ വന്നാൽ എന്താ ചെയ്യടാ? ന്യൂമറേറ്റേഴ്സ് തമ്മിൽ ഗുണിക്കുക. 9 × 13 ആൻസർ 117. ഇനി 2 × 4 8 കിട്ടും. 117/8 എന്ന് ആൻസർ കിട്ടും. സെന്റിമീറ്റർ സ്ക്വയർ ആണ് യൂണിറ്റ്. കൃത്യമായിട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ അല്ലേ മക്കളെ? ബി ക്വസ്റ്റിനിലേക്ക് പോകാലോ. ഇതേ മെത്തേഡിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റിനാണ്. ഏരിയ ഈക്വൽ ടു രണ്ട് അളവുകളും തമ്മിൽ ഗുണിക്കുക. 6 3/4 × 5 1/3 ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഇതിനെ മിക്സർ ഫ്രാക്ഷൻ ആക്കി മാറ്റുക. 27/4 എന്ന് കിട്ടും. 5 1/3 മിക്സർ ഇംപ്രോപ്പർ ആക്കി മാറ്റണം. ഇംപ്രോപ്പർ ആക്കിയാണ് മാറ്റേണ്ടത്. ഇത് ഓൾറെഡി മിക്സർ ഫ്രാക്ഷനിലാണ്. ഇംപ്രോപ്പർ ആക്കി മാറ്റുക. രണ്ടളവുകളെയും ഇംപ്രോപ്പർ ആക്കി മാറ്റുക. നമുക്ക് ആൻസർ കിട്ടുന്നത് 9 × 4 36 സെന്റിമീറ്റർ സ്ക്വയർ എന്നാണ്. ഓക്കെ മക്കളെ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. തന്നിട്ടുള്ള രണ്ട് മിക്സർ ഫ്രാക്ഷൻസിനെയും എന്താക്കി മാറ്റാം? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റിയിട്ട് വർക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ മക്കളെ, നമുക്ക് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ഇത്ര നേരം ക്ലാസ് ഒക്കെ ശ്രദ്ധിച്ചിരിക്കും. നമുക്ക് ഇച്ചിരി വാട്ടർ മെലൺ അല്ലേ സാറേ, നമ്മുടെ ദാഹമൊക്കെ മാറ്റിക്കളയാം അല്ലേ. വാട്ടർ മെലൺ വെയിങ് 4 കിലോഗ്രാം വാസ് കട്ട് ഇൻ ടു 5 പീസസ്. മക്കളെ, ഒരു വാട്ടർ മെലൺ തണ്ണിമത്തനുണ്ട്. ആ തണ്ണിമത്തനെ നമ്മൾ 5 പീസുകളാക്കി മുറിച്ചു. ക്ലിയർ അല്ലേ? ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഓക്കെ, ഒരു തണ്ണിമത്തനെ നമ്മൾ 5 തുല്യ പീസുകളാക്കി മുറിച്ചു. 1 പീസ് വാസ് എഗെയിൻ ഹാഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കഷ്ണത്തെ വീണ്ടും എത്രയാക്കി മുറിച്ചടാ? പകുതിയാക്കി മുറിച്ചു. വാട്ട് ഈസ് ദ വെയിറ്റ് ഓഫ് ഈച്ച് ഓഫ് ദീസ് പീസസ് ഇൻ കിലോഗ്രാം? മക്കളെ, നമുക്ക് കിട്ടിയ രണ്ട് കഷ്ണങ്ങളുണ്ടല്ലോ. ആദ്യം നമ്മളൊരു തണ്ണിമത്തനെടുത്തു. മക്കളെ, ഇത് തണ്ണിമത്തനാണെന്ന് വിചാരിക്കാം. നമ്മളിതിനെ 5 കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടാ. എത്ര മക്കളെ? 5 1 2 5 5 കഷ്ണങ്ങളാക്കി മുറിച്ച്. ഇതിലൊരു കഷ്ണം സാർ എടുത്ത്, ഈ ഒരു കഷ്ണം സാർ എടുത്ത് അതിനെ വീണ്ടും നമ്മൾ എത്രയാക്കി മുറിച്ചടാ? പകുതിയാക്കി മുറിച്ചു. ഇത് ഓരോന്നും എത്രയായിരിക്കും എന്നാ ചോദ്യം, അല്ലെങ്കിൽ ഇതൊരെണ്ണം എത്രയായിരിക്കും എന്നാ ചോദ്യം. മനസ്സിലായല്ലോ മക്കളെ? അത് ചെയ്യാൻ വേണ്ടി നമ്മൾ പാർട്ട് ഓഫ് പാർട്ട് എന്ന് പറയുന്ന ഭാഗത്തിന്റെ ഭാഗം എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് യൂസ് ചെയ്യുക. ശ്രദ്ധിക്കട്ടെ മക്കളെ. അതായത് നമ്മുടെ കയ്യിൽ 4 കിലോഗ്രാം വെയിറ്റ് ഉള്ള വാട്ടർ മെലൺ ആണ് ഉള്ളത്. ഓക്കെ അല്ലേ മക്കളെ? ആ 4 കിലോഗ്രാമിന് നമ്മൾ എത്ര കഷ്ണങ്ങളാക്കി മുറിച്ചടാ? 5 കഷ്ണങ്ങൾ. അപ്പൊ ഓരോന്ന് എന്തായിരിക്കൂടാ? മൊത്തം 4, അതിന് 5 കഷ്ണങ്ങളാക്കിയപ്പോൾ ഓരോന്നും 4/5. ഓരോന്ന് എത്ര ആയിരിക്കൂടാ? 4/5 എല്ലാം 4/5 ആയിരിക്കൂടാ. ഇനി ശ്രദ്ധിക്കുക, ഈ ഒരു 4/5 എടുത്തിട്ട് അല്ലെ, 4/5 നമ്മൾ എടുത്തു. ഈ ഒരു 4/5 കഷ്ണം നമ്മൾ എടുത്തിട്ട് മക്കളെ അതിനെ നമ്മൾ പകുതിയാക്കി. അതായത് നമ്മൾ ഇവിടെ ചെയ്തെന്താണ് മക്കളെ? 4/5 അരഭാഗമാണ് നമ്മൾ എടുത്തത് അല്ലേ? അരഭാഗമാണ് എടുത്തത് മക്കളെ. 4/5 അരഭാഗം എന്ന് പറഞ്ഞാൽ 1/2 ഓഫ് 4/5 എന്ന മീനിങ്. ക്ലിയർ ആണല്ലോ? ഈ ഓഫ് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം. മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് 4/5 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരു കഷ്ണം എടുത്ത് നമ്മൾ അതിനെ പകുതിച്ചപ്പോൾ നമുക്ക് എന്താ കിട്ടിയടാ? 4/5 അരഭാഗം അല്ലേ? 4/5 മൊത്തം അതിന്റെ അരഭാഗമല്ലേ നമുക്ക് കിട്ടിയത്. സോ 1/2 ഓർ 4/5 ആയിരിക്കും ഓരോ കഷ്ണം. ഈ ഓരോ കഷ്ണം എന്തായിരിക്കും? 1/2 ഓഫ് 4/5 ആയിരിക്കും അല്ലെ? 4/5 1/2 ഭാഗം. ഇതും എന്തായിരിക്കും? 1/2 ഓഫ് 4/5. ഓക്കെ അല്ലെ? 4/5 1/2 ഭാഗം. ക്ലിയർ ആണല്ലോ? ഇതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. മക്കളെ നോക്കാം. വെൻ വാട്ടർ മെലൺ weighing 4 kilogram cut into 5 equal pieces. മക്കളെ, നമ്മൾ വാട്ടർ മെലൺ 4 കിലോഗ്രാം വെയിറ്റ് ഉള്ള വാട്ടർ മെലനെ 5 തുല്യ കഷ്ണങ്ങളാക്കിയപ്പോൾ നമുക്ക് എന്ത് കിട്ടിയടാ? 4/5 അല്ലെ? 4/5 കിട്ടി. ഈച്ച് പീസ് എഗെയിൻ ഹാഫ്. ഓരോ കഷ്ണത്തിനെയും വീണ്ടും പകുതിച്ചപ്പോൾ എന്താ കിട്ടിയേ? യെസ്, 1/2 ഓഫ് 4/5. അതെങ്ങനെ കിട്ടിയെന്ന് സാറ് പറഞ്ഞു. 1/2 ഓഫ് 4/5 എങ്ങനെ ചെയ്യാം മക്കളെ? 1/2 ഇൻറ്റു 4/5. ആൻസർ എന്താ വരിക? 4/10 കിലോഗ്രാം എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഒരു കഷ്ണത്തിന്റെ വെയിറ്റ് അല്ലെങ്കിൽ ഭാരം എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണല്ലോ? യെസ്, 4/10 കിലോഗ്രാം.
സെറ്റ് അല്ലേ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ സാർ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് മക്കളെ. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ക്ലാസ് ശ്രദ്ധിച്ചിരുന്നു. എല്ലാവർക്കും താങ്ക് യു മക്കളെ. അപ്പോൾ യെസ്, നമുക്കിനി അടുത്ത ചാപ്റ്ററുമായിട്ട് കാണാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എടാ.